മലയാള സിനിമ ഇന്നും യുവത്വത്തിലാണ് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് വേണു, മമ്മൂട്ടി, രഞ്ജിത്ത് ഈ അതുല്യ പ്രതിഭകളുടെ കയ്യൊപ്പ് നിറഞ്ഞ ഈ മമ്മൂട്ടി ചിത്രം മുന്നറിയിപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ മുന്നറിയിപ്പിൻ്റെ നായകൻ നമ്മുടെ സ്വന്തം മമ്മൂക്കയുണ്ട്. എന്തായാലും മുന്നറിയിപ്പിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ മമ്മൂക്കയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കറിയാം. മമ്മൂക്ക, ഇതിനു മുമ്പ് ഞാനും രഞ്ജിത്തും വേണുവും കുറിച്ചാണ് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രാഞ്ചേട്ടൻ സിനിമ രഞ്ജി ഡയറക്റ്റ് ചെയ്തു, വേണു ക്യാമറ ചെയ്തു, ഞാൻ അഭിനയിച്ചു. ഇതിന് വേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. ഒരു പരിധിവരെ ഞാൻ പഴയ വേഷത്തിൽ തന്നെയാണ്. രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വേണു ഡയറക്റ്റ് ചെയ്യുന്നു, വേണുവിൻ്റെ കഥ ഞാൻ അഭിനയിക്കുന്നു. സാധാരണ അത് രഞ്ജിത്ത് കഥ എഴുതുന്നു, രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്നു, വേണു ക്യാമറ ചെയ്യുന്നു, ഞാൻ അഭിനയിക്കുന്നു. നിർമ്മാതാവ് വേറെ ആയിരിക്കാം. ആ പടത്തിൻ്റെ പ്രാഞ്ചേട്ടൻ്റെ നിർമ്മാതാവ് ഞാനും രഞ്ജിയും. അപ്പം അങ്ങനെ ചെറിയ വേഷമാറ്റമുണ്ട്. എനിക്ക് മാത്രം വേഷത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ രഞ്ജിയുടെ സ്ഥാനത്തേക്ക് വേറെ 2 ആൾക്കാർ വന്നു. തിരക്കഥാകൃത്തും സംവിധായകനാണ് രഞ്ജി പണിക്കർ, ഇതിനകത്ത് അഭിനയിക്കുന്നു. പിന്നെ ഉണ്ണിയുടെ കഥയാണ്. പിന്നെ നർത്തകിയും തിയേറ്റർ പേഴ്സണാലിറ്റിയുമായ ശ്രീമതി അപർണ ഗോപിനാഥാണ് ഇതിനകത്ത് പ്രധാന സ്ത്രീ കഥാപാത്രം. സിനിമ കോഴിക്കോട് വെച്ച് ഷൂട്ട് ചെയ്തു. ഏകദേശം 30 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തു. വളരെ രസകരവും സുഖകരവും ആയിരുന്നു ഷൂട്ടിങ്. കോഴിക്കോട് എല്ലാ ആൾക്കാരുടെയും വളരെയേറെ സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ അറിയപ്പെടുന്ന ഒരുപാട് നടീനടന്മാർ ഇതിനകത്തുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇപ്പോൾ കഥയും സംവിധാനവും ഫോട്ടോഗ്രാഫിയും ഒരാളായതുകൊണ്ട് പിന്നെ 2 ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എഡിറ്റർ ഈ കുടുംബത്തിൽ തന്നെയാണ്. അതും ഏകദേശം ഒരാൾ തന്നെയാണ്, വാമഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊരു കുടുംബചിത്രമാണ്. വലിയ കുടുംബചിത്രം ഉണ്ടാക്കാതിരുന്നാൽ ഭാഗ്യം. വേണുചേട്ടൻ്റെ 2ാമത്തെ മൂവിയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ സിനിമയെക്കുറിച്ച്, അല്ലേ? എന്താണ് മുന്നറിയിപ്പിനെ കുറിച്ച്? കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കഥ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഒത്തു വന്ന ഇപ്പോഴാണ് അത് വലിയ കുഴപ്പമില്ലാതെ പോയെന്ന് തോന്നുന്നു. മുന്നറിയിപ്പ് എന്ന ഈ സിനിമ ശരിക്കും ദയയ്ക്ക് ശേഷം ഒരു താമസം ഉണ്ടായല്ലോ മുന്നറിയിപ്പിലേക്ക് എത്താൻ. ഒരു ഇത്ര നല്ലൊരു സംവിധായകനാണെന്ന് തെളിയിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ്? അതല്ല, ഞാൻ അതിനുവേണ്ടി വലിയൊരു ശ്രമമൊന്നും നടത്തിയില്ലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ചെയ്യാം അതൊക്കെ ആയിട്ട് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. ഈ ഒരു പിന്നെ കഥയ്ക്ക് വേണുചേട്ടൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കഥയാണ്, അതിന് തിരക്കഥയാണ് ഉണ്ണിച്ചേട്ടൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഒരു നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നത്? ഫിസിക്സ് ആയാലും മതി, ബോട്ടണി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിട്ട്. ഞങ്ങൾ തമ്മിൽ വളരെ നേരത്തെ തന്നെ ഒരു എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട്, ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദിവസം വേണുചേട്ടൻ വിളിക്കുന്നത്. എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഇദ്ദേഹത്തെ പോലൊരാൾ നമ്മൾ എഴുതാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്യോന്യം എന്നാ പറയുക, അത്തരം വലിയ ദൂരങ്ങളില്ല കാര്യങ്ങളെക്കുറിച്ചിട്ട് കാണുന്നതിനകത്തും ഇതിൻ്റെ എഴുതുന്ന ഓരോ കാര്യങ്ങളിലും, അല്ലെങ്കിൽ രാഘവനെക്കുറിച്ച്. അപ്പം അങ്ങനെ ഒരു വേവ് ലെങ്ത് ഞങ്ങൾക്കിടയിൽ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ പൂർത്തിയാക്കിയത്. കാരണം ഒരാൾ എന്ത് വേണ്ട എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് ഈ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഞാനൊരു ഈ ഡയറക്ടർ, അത് സംവിധായകന് വേണ്ടി എഴുതുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ എഴുത്തിനെ ഒരു സംവിധായകൻ അങ്ങനെയുള്ള, കാരണം സംവിധായകൻ തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വേണുചേട്ടന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് പറയുമ്പോൾ എനിക്കത് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യം ബോധം ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അത് മൂക്കെപ്പോലൊരു വലിയൊരു നടൻ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം തീർച്ചയായിട്ടും അത് ഇരട്ടിയാണ്. ഓക്കെ, വേണുചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ വായിച്ചു, അതായത് മമ്മൂക്കയിലെ ഈ ഒരു അഭിനേതാവിനെ, ഈ സിനിമയിലൊരു അഭിനേതാവിനെ കണ്ടില്ലേ, ഒരു മമ്മൂക്കയുടെ ഒരു അഭിനേതാവിൻ്റെ ഒരു പുതിയ മുഖമാണ് മുന്നറിയിപ്പ് എന്ന ഈ ഒരു ചിത്രത്തിൽ നിന്ന്. എങ്ങനെയാണ് ഈ ഒരു കഥയുടെ നാമ്പ്? അല്ല, മമ്മൂക്കയുടെ ഒരു പുതിയ മുഖം എന്നൊന്നും അങ്ങനെ എത്രയും പറയാനൊന്നും ഉള്ളതൊന്നും എനിക്കില്ല. പക്ഷേ മമ്മൂക്ക സാധാരണ പിന്നെ എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള മറ്റു പടങ്ങളിൽ, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള മറ്റു പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റൈൽ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അത് അദ്ദേഹം ആ ക്യാരക്ടറിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത രീതി കൊണ്ടാണ് അത് നമ്മളത് ചെയ്തെന്നുള്ളത് കൂടുതൽ. അപ്പോൾ അതിൻ്റെ അകത്തൊരു വേറൊരു തരത്തിലുള്ള ഒരു ആക്ടിങ് സ്റ്റൈൽ അതിൻ്റെ അത് വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ അകത്ത് ഈ ക്യാരക്ടറിനും അങ്ങനെ ഒരു
കുറച്ചൊരു എന്താ പറയണ്ടേ വിചിത്ര സ്വഭാവമൊക്കെ ഉള്ളൊരു സാധാരണക്കാരനാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കുറച്ച് വിചിത്രമാണ്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയണ്ടേ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടും കുറച്ച് നയപരമായിട്ടും കൺവിൻസിങ് ആയിട്ടും ഒക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹോംവർക്ക് ചെയ്താലേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം അത് ചെയ്തത്. ഓക്കെ, എന്താ പറയുക, ഒരുപാട് നല്ല സിനിമകൾ എന്താ ആ ഒരു തകർപ്പൻ ഡയലോഗുകളിലൂടെയൊക്കെ മമ്മൂക്കേനെയും ലാലേട്ടനെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ഡയലോഗുകളൊക്കെ ഇവിടുന്ന്. ഇപ്പോൾ ഒരു നടൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പം എന്ത് തോന്നുന്നു? ഞാൻ എൻ്റെ ഈ നടൻ്റെ സ്ഥാനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മുന്നറിയിപ്പിലെ നടൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു ഈ എന്താ പറയുക ഒരു ഓർഡറുണ്ട്. അപർണ പറഞ്ഞിട്ട് വേണം ഞാൻ പറയാൻ. അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തിയേറ്റർ പേഴ്സണാലിറ്റി, നർത്തകി, ബുദ്ധിജീവി, പിന്നെ കുത്തു പൊറോട്ട അല്ല എന്താ കുത്തുപട്ടറെ പഴംപൊരി, ഇതെല്ലാം ഉള്ള വിഖ്യാതയായ ഈ അപർണ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റും. അപർണ പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. ഫസ്റ്റ് മൂവിയിൽ സാർ എന്നെ ഡെഡ് ബോഡി ആയിട്ട് മാത്രം കണ്ടു. ഇതിലാണ് അഭിനയിച്ച് തകർത്തത് അല്ലേ? തകർത്തുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വെരി വെരി ഹാപ്പി എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ. പക്ഷേ സാറെ കാണുമ്പോൾ ആസ് എൻ ആക്ടർ കുറേ യു ഹാവ് ടു ഡു എ ലോട്ട് എന്നുള്ള ഒരു ലേണിംഗ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഞാൻ ഇനി മമ്മൂക്കോട് ചോദിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ട് നമ്മുടെ നായിക? മുന്നറിയിപ്പ് കുറ്റം പറയല്ലേ, ഞാൻ ഒന്നും നല്ലതല്ലേ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു നർത്തകിയും ഒരു തിയേറ്റർ പേഴ്സണും കൂത്തുപട്ട പഴംപൊരി മുതലായ പരിപാടികളുമായിട്ട് മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്ന നായികയാണ്. അല്ല, ഈ കൂത്തുപട്ടരും ഈ പഴംപൊരിയും അത് പഴംപൊരി വേറെ തിയേറ്റർ എനർജറ്റിക് സ്നാക്ക്. പഴംപൊരിയാണ് ഈ എനർജിയുടെ രഹസ്യം. ഒരു ദിവസം 5 പഴംപൊരി കഴിക്കും. സിനിമയുടെ മെയിൻ കോസ്റ്റ് കൂട്ടിയത് പഴംപൊരിയാണ്. അപർണയാണ് പടത്തിലെ പ്രധാന കഥാപാത്രം. ഏറ്റവും കൂടുതൽ സീനുകൾ വരുന്ന അപർണയാണ്. പക്ഷെ സീനിൽ റെഫറൻസ് ചിലപ്പോൾ എൻ്റെ കഥാപാത്രത്തെ പറ്റിയായിരിക്കും. അതൊരു സ്ട്രഗ്ലിംഗ് അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻറ്റ് ടാലൻറ്റഡ് വേറെ വല്ലതും പറയുന്നുണ്ടോ? ക്യാരക്ടറിനെ പറ്റിയല്ലേ പറഞ്ഞേ, എന്നെ പറ്റിയല്ല. ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിൻ്റെ കഥാപാത്രമാണ് അഞ്ജലി. അഞ്ജലിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപർണ ഗോപിനാഥനെ സമീപിച്ചത്. ഇതൊക്കെ കണ്ടാൽ തോന്നുന്ന ഒരാളായിട്ട് തോന്നി. യഥാർത്ഥത്തിലുണ്ടോ ഇല്ലോ നമുക്ക് അറിഞ്ഞുകൂടാ. കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ, അത് സിനിമയ്ക്ക് അത് മതി. അപ്പോൾ വളരെ എനർജറ്റിക്കും അംബീഷ്യസും ഇൻ്റലിജൻറ്റും ടാലൻറ്റഡുമായിട്ടുള്ള ജേർണലിസ്റ്റായിട്ടുള്ള അഞ്ജലിയായിട്ട് അഭിനയിക്കാൻ അപർണ ഗോപിനാഥ് മതി എന്ന സംവിധായകന് തോന്നി. കണ്ടപ്പോൾ നമുക്കൊക്കെ വലിയ എതിരഭിപ്രായം ഉണ്ടായില്ല. അപർണ പക്ഷേ മറ്റു പലരെക്കാളും അപർണയായിരിക്കും ഈ പടത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഈ കഥാപാത്രത്തിന് യോജിച്ചാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണ് അപർണയുടെ വളരെ അഭിനയ രീതിയും കാര്യങ്ങളും. പിന്നെ ഈ പറഞ്ഞ പോലെ ടോംബോയിഷ്, തലയിൽ മുടി ഒക്കെ വെട്ടി, മീശ മാത്രം ഇല്ലെന്നുള്ളത് ബാക്കിയൊക്കെ അങ്ങനത്തെ പുതിയ ജനറേഷനിലുള്ള ജേർണലിസ്റ്റുകളൊക്കെ അല്ലേ, അങ്ങനത്തെ കുട്ടികൾ ഇതുപോലെയൊക്കെ ഉണ്ടാവും. അത് വളരെ കറക്റ്റായിട്ട് ക്യാരക്ടർ പ്രസൻറ്റേഷനിൽ മാച്ചിങ് ആണ്. പിന്നെ അഭിനയമൊക്കെ വേണു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു ലുക്കിലൊരു ബുദ്ധിജീവി അല്ലേ, ലുക്കേ ഉള്ളൂ. കാണുമ്പോൾ നമുക്ക് തോന്നും അഭിനയം അത്ര ഒരു കുട്ടികളിയായിട്ടൊന്ന് വേണം. അതിന് മുകളിൽ ബുദ്ധിജീവി എന്നുള്ളതിന് മുമ്പ് മന്ദ എന്നോട് ചേർക്കണം. കൂട്ടുപട്ടറയും തിയേറ്ററും ഡാൻസും ഒക്കെ അറിയണമെങ്കിൽ അത്യാവശ്യം ബുദ്ധിയും വിവരമൊക്കെ ടാലൻറ്റും ഒക്കെ വേണമെന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ. ഞങ്ങൾ ആകപ്പെടെ സെറ്റിൽ വരുന്ന ഏക പെൺകുട്ടിയാണ്. ഞങ്ങളെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ടി സി എന്നാണ്. ടി സി എന്നത് ശരിക്കും ഒരു ഓമനിക്കൽ തന്നെയാണെന്ന് വിചാരിച്ചു. റാഗിങ് ആണെങ്കിൽ പോലും അത് ഇപ്പം ഞാൻ പറഞ്ഞു തന്നു. ശരിക്കും അഭിനയത്തിന് ഒരു വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഫീലാണ് അപർണയെ കാണുമ്പോൾ. ഇല്ല, അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഗാങ്സ്റ്ററിൽ ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ എന്താ പറയുക ഒരു ഡെഡ് ബോഡി ആയിട്ടായിരുന്നു സീനിലെന്ന് പറഞ്ഞു. ഈ ഫിലിമിൽ അഭിനയിക്കുമ്പോൾ മുട്ട ഉറച്ചോ?
എനിക്ക് ഫോർമലി ഞാൻ സാറ് മീറ്റ് ചെയ്തത് ദുൽഖറിൻ്റെ ഡാഡി ആയിട്ടാണ് ഞാൻ ആദ്യം ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്തത്. സോ ആ ഒരു ഫസ്റ്റ് ദുൽഖർസ് ഡാഡ്, ദെൻ മമ്മൂട്ടി സാർ, മമ്മൂക്ക. അപ്പോൾ ആദ്യം ഫസ്റ്റ് സീൻ അഭിനയിക്കുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി ദറ്റ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് ദെൻ അത് ആക്ച്വലി ഇരുന്നിട്ട് ഉയ്യോ ഇറ്റ്സ് ആക്ച്വലി മമ്മൂട്ടി ഇന്നൊരു തിങ് അതപ്പം വന്നില്ല. ദെൻ ഈ ബാക്ക്ലോഗിൽ ഇരുന്നിട്ട് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഐ ഹവ് ഗ്രോൺ അപ്പ് സീയിങ് ഹിം ഇൻ ലോട്ട് ഓഫ് തമിഴ് മൂവീസ്. I liked you in the Tamil movies. Okay. I liked you in Azhagan. Okay. പഴംപൊരി രണ്ടെണ്ണം വാങ്ങിച്ചു തന്നെ. 2 പഴംപൊരി കൂടെ വാങ്ങിച്ചു തന്നെ കുറച്ച് ചേർത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ബിക്കോസ് ഞാൻ ചെന്നൈയിൽ നിന്നാണ്, സോ ഐ സീൻ ഐ ലൈക്ക് ഹിസ് തമിഴ് മൂവീസ്. ആൻഡ് സോ ദെൻ ഫസ്റ്റ് ഡേ ഒക്കെ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ആദ്യത്തെ സീൻ തന്നെ കുറേ ടേക്സ് ആയി. ബട്ട് it was the freshest experience that I've ever experienced, so and I'm extremely grateful for that. ഓക്കെ. രഞ്ജിയേട്ടാ, അതായത് നീളൻ ഡയലോഗുകളൊക്കെ 3-4 പേജുള്ള ഡയലോഗുകളൊക്കെ നമ്മുടെ മമ്മൂക്കയുടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നടന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മുന്നറിയിപ്പില് ഈ ഒരു നടനായി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ എഴുതുന്ന പോലെ അങ്ങനെ വളരെ ദീർഘമായ ഡയലോഗുകളൊന്നും എഴുതി ആളുകളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ണിക്കില്ല. വേണുവിന്റെ സിനിമ എൻ്റെ സിനിമ പോലത്തെ ഒരു അങ്ങനത്തെ ഈ തട്ടുപൊളിപ്പൻ ഡയലോഗുകളുടെ ഒരു സിനിമയല്ല. വളരെ സെൻസിബിളായിട്ട് സംസാരിക്കുന്ന സിനിമയാണ്. എന്നെ പോലെ വാചകങ്ങളുടെ ഒരു ആടോപമില്ലാത്ത സിനിമയാണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടും കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ് മുന്നറിയിപ്പ്. അപ്പോൾ എൻ്റെ വേഷം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. അല്ലാതെ എന്നെ പോലെ വലിയ അഭിനയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു വേഷമല്ല ഇത്. ഇത് അഞ്ജലി അറയ്ക്കൽ എന്ന് പറയുന്ന അപർണ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ അതിനെ വളരെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഈ അന്വേഷണത്തിൽ ചിലപ്പോൾ അതിന് ഒരു സപ്പോർട്ട്, ഒരു സഹായം, അങ്ങനെയൊക്കെ നൽകുന്ന കുറച്ച് എൽഡർലി ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റിൻ്റെ കഥാപാത്രമാണ്. അതൊരു കുഴപ്പമില്ലാതെ നന്നായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നല്ലതായിട്ട് പറയുള്ളൂ അല്ലേ? സിനിമയെ കുറിച്ചിട്ട് കഥ പറഞ്ഞു കൊടുക്കും. ഇതൊന്നുമില്ല. ഇത് അതായത് പിന്നെ 2 സ്ത്രീകളെ കൊന്നു എന്നുള്ളൊരു ആരോപണത്തിൻ്റെ പുറത്ത് 10-20 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന രാഘവൻ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണിത്. അപ്പോൾ അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും അയാൾ പുറത്തു വരുന്നതും അയാളുടെ ചില പ്രത്യേകത കൊണ്ട് അയാളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു ജേർണലിസ്റ്റായിട്ടുള്ളൊരു പെൺകുട്ടിയും ഇവർ തമ്മിലുള്ള റിലേഷനും ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും ആണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ എന്താണ് സത്യം, എന്താണ് പിന്നെ ഇയാൾ പറയുന്ന ഞാൻ കൊന്നിട്ടില്ല എന്നെപ്പോഴും പറയുന്ന ഒരാളാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നുള്ളതാണ് പുള്ളി. പക്ഷേ തെളിവൊക്കെ പുള്ളിക്ക് എതിരാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്കിത് അറിഞ്ഞുകൂടാ ഇതെന്താണ് ഇതിൻ്റെ. പക്ഷേ ഇയാളൊരു എന്തെങ്കിലും രീതിയിൽ ബിറ്ററായിട്ടുള്ളൊരു മനുഷ്യനോ അങ്ങനെയൊന്നുമല്ല. അയാൾ വളരെ മര്യാദയ്ക്ക് ഹാപ്പി ആയിട്ടൊക്കെ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോലും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വെളിയിൽ കൊണ്ടുവന്ന് അയാളെ പിന്നെ ചില കാര്യങ്ങളിൽ അയാളെ വെളിയിൽ കൊണ്ടുവരുന്നത് വലിയൊരു സംശയം. എനിക്കിപ്പോൾ ഞാൻ ഉണ്ണിയോട് ചോദിച്ചതാണ്. ഇത് അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. പുള്ളി വരുന്നു അത്രേ ഉള്ളൂ. ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ട്. വലിയ കാര്യമായിട്ട് സിനിമയെ കഥയെ ബാധിക്കാത്തതുകൊണ്ടല്ലേ. അതെ. അപ്പം അങ്ങനെയുള്ള ആളെ ഒരുപാട് പ്രഷറൈസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ എഴുതാനോ അല്ലെ ചില കാര്യങ്ങൾ കുറിച്ച് സംസാരിക്കാനോ പ്രഷറൈസ് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ് ഇവർ. അതിന് പല കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് സാധിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ അകത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് സിനിമയുടെ ഫർദർ കഥ. അങ്ങനെയാണത്. രാഘവനെ കുറിച്ച് അയാളെ ഒന്നും പറയുന്നില്ല. അയാളെ വീട് എവിടെയാണ്, അച്ഛനമ്മ എവിടെയാണ്, എവിടുത്തുകാരനാണ്, ഏത് നാട്ടുകാരനാണ്, അങ്ങനെ ഒന്നും പറയുന്നില്ല. അയാൾ ടാക്സി ഡ്രൈവർ ആയിരുന്നു എന്ന് ഒന്നുമില്ല. രാഘവനെ നമ്മൾ കാണുമ്പോഴുള്ള കഥയുള്ളൂ. അതായത് സിനിമയിൽ രാഘവന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ സിനിമ പ്രേക്ഷകൻ എപ്പോൾ രാഘവനെ കാണുമ്പോൾ അതുമുതലുള്ള കഥയുള്ളൂ. അതിനുമുമ്പ് എന്ത് കഥയുണ്ടെന്നുള്ളതൊന്നും ഇയാൾ ടാക്സി ഡ്രൈവർ ആയിരുന്നു, 2 പേരെ കൊന്നിട്ട് ജയിലിൽ വന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് രാഘവന്റെ കഥയിലേക്കൊന്നും ഒന്ന് അയാളുടെ ഭാര്യയും പിന്നെ അയാളുടെ അപ്പുറത്തെ വീട്ടിലൊരു സ്ത്രീയും, അങ്ങനെ 2 പേരെ ഇയാളെ കൊന്നതാണ് ഇയാളുടെ പേരുടെ കുറ്റം. 20 വർഷമായിട്ട് അയാൾ ജയിലിലാണ്. അപ്പോൾ കൊലക്കുറ്റം ഉണ്ടോ ഇല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കേസിൻ്റെ ഗ്രാവിറ്റിയും അല്ല കേസ് പ്രൂവ് ചെയ്യണതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അയാൾക്ക് ലൈഫ് മാത്രമേ കിട്ടുള്ളൂ. ലൈഫ് ഇംപ്രിസൺമെൻ്റാണ്. അതും 20 വർഷമായി. 12 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ അയാൾ റിലീസ് ചെയ്യാം. അപ്പോൾ 20 വർഷം കൊണ്ട് നിൽക്കഴിഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ അതിൻ്റെ ലീഗൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളോടുള്ള ലൈഫിൻ്റെ ഒരു ക്യൂരിയോസിറ്റി. ഇയാൾ പറയുന്നത് ഇയാൾ ആരെയും കൊന്നിട്ടില്ലെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അതൊരു വലിയ സ്റ്റോറി ആക്കാനും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ വാർത്തയായിട്ട് വരികയും എങ്ങനെയാണ് ബ്രെയിൻ ബിഹൈൻഡ് ദ ബാർസ് എന്ന് പറഞ്ഞ വലിയ ന്യൂസ് ഓൾ ഇന്ത്യ ലെവലിൽ വരികയും വലിയ വലിയ പത്രങ്ങളിൽ നിന്നും വാർത്തകളും ജേർണലിസ്റ്റുകളൊക്കെ ഇയാളെ കൊണ്ടുവരുമ്പോഴുള്ള സമയത്ത് ശരിക്കും അഞ്ജലി ഇയാളെ ഓൺ ചെയ്യാൻ, ഇയാളെ ജയിലിൽ നിറക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജയിലിൽ നിറക്കി ഇയാളെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച അവർക്ക് മാത്രമായിട്ട് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കഥ. അതിൽ നമുക്ക് അയാളുടെ കഥയും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ബാക്കി. അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് അനുവാദമില്ല. രാഘവനെ കുറിച്ച് ഇതിനപ്പുറത്തേക്ക് എനിക്കറിയില്ല. വേണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടാം. ബാക്കി കഥ വേണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ വേണിച്ചേട്ടൻ്റെ വേറെ കയ്യിൽ നിന്നും കിട്ടും. എനിക്ക് ഇതിനപ്പുറം പറയാൻ അനുവാദമില്ല. മമ്മൂക്കയുടെ ഇതിനു മുന്നും ജയിൽ സംബന്ധമായിട്ടുള്ള ഇതുകളുണ്ടല്ലോ. ജയിൽ സിനിമയിൽ വളരെ കുറച്ച് സമയങ്ങളുള്ളൂ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് സിനിമയുടെ പ്രധാന കഥ. ഒരു 20% ക്യാരക്ടറൈസേഷന്റെ പ്രത്യേകതകളാണ് ഒരു അന്വേഷിക്കുന്നത്. ഈ നമ്മൾ കാണുന്ന ഒരാളല്ല ഇയാൾ പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടോ? സത്യം അതുപോലെ വളരെ സാധാരണമെന്ന് തോന്നുന്ന ഒരു അസാധാരണത്വം ഉണ്ട് രാഘവന്റെ കഥ. അതിനെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യാൻ. അതിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകത എല്ലാവുന്ന ഒരു ഏരിയ അതാണ്. ഏത് സിനിമയിൽ അഭിനയിക്കാൻ എത്തുമ്പോഴും ആ കഥാപാത്രത്തിലേക്കുള്ള ഒരു നമ്മൾ വളരെ ഈ വിശേഷിപ്പിച്ച് പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന ഒരു സഞ്ചാരമുണ്ട് സാധാരണ ആക്ടറിൽ നിന്ന്. പ്രത്യേകിച്ചും ഒരുപാട് സിനിമകൾ അഭിനയിക്കുകയും ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിക്കുകയും ചെയ്ത ഒരാളിനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് വേണം. അയാളിലെ ബെസ്റ്റ് ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനിൽ നിന്ന് മമ്മൂട്ടിയെ പോലൊരു നടന് ചെയ്യാവുന്നതിൻ്റെ ഒരു പരമാവധിയുണ്ട്. അത് ഏത് ലെവലാകാം. ഒരു വളരെ എക്സ്പ്ലോഡ് ചെയ്യുന്നൊരു കഥാപാത്രമാകാം, വളരെ സബ്ഡ്യൂഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാകാം. ഇതിൽ ഏതായാലും ടു ഡ്രോ ദി ബെസ്റ്റ്. അങ്ങനെ ഒരു നടനിൽ നിന്ന് കഥാപാത്രത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ വളരെ ഒരു ഡിഫറെൻ്റ് ആണ് ഈ സിനിമയിൽ. ഞാനത് നേരിട്ട് ശ്രദ്ധിച്ചതാണ്, പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. അതെ, പക്ഷേ ഞാൻ ചോദിക്കുന്നതല്ല, നമ്മൾ ഈ കഥാപാത്രമായിട്ട് എനിക്ക് മമ്മൂട്ടി അല്ലാതെ തോന്നുന്നില്ല. മമ്മൂട്ടിയെ പോലെ തന്നെ ഇരിക്കും. മമ്മൂട്ടിയെ കാണാനില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മമ്മൂട്ടിയാണല്ലോ കാണുന്നത്. എൻ്റെ മുഖവും എൻ്റെ ശരീരവും എൻ്റെ ശബ്ദവും എൻ്റെ നോട്ടവും അതിൽ രാഘവനെ കാണുമ്പോഴാണ് അതിലൊരു രാഘവൻ ഉണ്ടാകുന്നത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ, പതിയുന്നതാണ്. അതിപ്പോൾ ഈ പരകായ പ്രവേശം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. പരകായ പ്രവേശം വളരെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ അത്രയും മാത്രം ടാലൻ്റ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ അത്രയും സൗകര്യങ്ങളുള്ള, അല്ലെങ്കിൽ അത്രയും മാത്രം സമയമുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ പൂർണ്ണമായിട്ടും അങ്ങനെ ആരും അങ്ങനെ വളരെ വിജയകരമായിട്ട് എല്ലാവരും ചെയ്യുന്നില്ല. പക്ഷെ പരമാവധി വിജയിപ്പിച്ചവരുണ്ട്, ഇല്ലെന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള, നിങ്ങൾ ഈ പറയുന്ന രഞ്ജു അഭിനയിപ്പിച്ച ഈ ബാർക്കിംഗ് ഹീറോസ് നമ്മൾ അതിൻ്റെ എഫർട്ട് എടുത്തിട്ടുണ്ട്. അത്രത്തോളം പുതുമ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ട്രെയിനുണ്ട്. അത് ഈ സിനിമയിലും ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പുതുമയോ അല്ലെങ്കിൽ മാറി സഞ്ചരിക്കലോ അല്ലെങ്കിൽ വേറൊന്ന് ശ്രമിക്കലോ ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ ഇത്രയും സിനിമയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു അങ്കലാപ്പുണ്ട്. അത് ആ അങ്കലാപ്പ് മാറി അതൊരു സമാധാനമായി, ഒരു ശാന്തമായി, പിന്നെ പരിചയക്കാരൊക്കെ അല്ലേ എന്നുള്ളൊരു സമാധാനം, പിന്നെ നമ്മൾ ഇത്രയും സിനിമയിൽ അഭിനയിച്ചില്ലേ എന്നുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ്. ഇതിനപ്പുറത്തേക്ക് അങ്കലാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റും. രഞ്ജിക്ക് അതിപ്പോൾ അനുഭവിച്ചു. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ BP വെക്കുക. ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ BP വെക്കുക. നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ BP വെക്കുക. കട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ BP വെക്കുക. ഇതിങ്ങനെ രാഘവനായിട്ട് വരുന്ന ആദ്യത്തെ ദിവസം രാഘവനാകണമെന്നില്ല. അല്ല, ആ ഒരു പ്രോഗ്രഷൻ എങ്ങനെയാണ്? പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ ചിലതൊക്കെ കോൺട്രഡിക്റ്റ് ചെയ്യും. ചിലപ്പോൾ ആദ്യം നമ്മളൊരു കാര്യമൊക്കെ വന്ന് രാഘവൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ച് രാഘവൻ അങ്ങനെ നോക്കുന്നു. രാഘവൻ തീരുമാനിക്കും.
കുറേ കഴിയുമ്പോൾ രാഘവൻ തീരുമാനിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ നടക്കും. മമ്മൂക്ക വന്നിട്ട് ഇങ്ങനെ ഇതില് പ്ലേ ചെയ്തിട്ട് ഇതിൽ മമ്മൂട്ടി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അതിൽ നിന്ന് ഫസ്റ്റ് പോകത്തില്ല. ഫസ്റ്റ് രാഘവൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരും. ഫസ്റ്റ് ഡേയിൽ ആ മോണ്ട് ഇത് മമ്മൂട്ടി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. എനിക്കിത് എന്താണെന്ന് പിടികിട്ടി മനസ്സിലായില്ല. ഞാൻ കുറച്ചുണ്ടോ സംശയമുണ്ട്. എന്റെ ഒരു സിനിമയാണെങ്കിൽ എനിക്ക് വേണ്ടത് മമ്മൂട്ടിയാണ്. ഞാൻ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു പൗരുഷത്തിന്റെ അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഞാൻ അങ്ങനെ കാണുന്നില്ല. അല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കഥാപാത്രങ്ങളിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം ഇത് അങ്ങനെ അല്ലാത്ത വേറൊരു ട്രാൻസ്ഫോർമേഷനാണ്. വേറൊരു ഇത് നേരെ എതിർദിശയിലാണ് ഈ കഥാപാത്രം സഞ്ചരിക്കുന്നത്. വളരെ സബ്ഡ്യൂഡ് ആവുകയും അത് ഒന്നാമത്തെ കാര്യം, ഈ ഒരു ആക്ടറാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അഭിനയിക്കാതിരിക്കലാണ്. ജസ്റ്റേഴ്സ് എടുക്കാതെ അഭിനയിക്കാൻ പറ്റും, ജസ്റ്റിക്കുലേഷൻസ് ഇല്ലാതെ അഭിനയിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇത്രയും കൈയെടുത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൈയെടുക്കാതെ പറയും. അത് അല്ലേ? എനിക്ക് തീരെ വയ്യ. ഒരുപക്ഷെ ജസ്റ്റിക്കുലേഷൻസ് സംഭവത്രേ ഉള്ളൂ. അപ്പൊ ജസ്റ്റിക്കുലേഷൻ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരേ ജസ്റ്റിക്കുലേഷൻസ്. അതാണ് ഞാൻ ഈ സിനിമ അങ്ങോട്ട് പറയാൻ പറയുന്നത്. ഈ സിനിമയിൽ ജസ്റ്റിക്കുലേഷൻസ് ഇല്ല. വളരെ റെസ്റ്റ്ലെസ് ആണ്. അങ്ങനെ പറയുന്നില്ല. ഇയാള് ഒരു ഏമ്പക്കം അതൊക്കെ അതിനപ്പുറത്തേക്ക്. ഒരു തടവറയിൽ ദീർഘകാലം ജീവിതത്തിലെ ഒരു 20 വർഷം ഒരു തടവറയുടെ ലിമിറ്റേഷൻസിനകത്ത് കഴിഞ്ഞ ഒരാൾ പുറത്തു വരുമ്പോഴും അയാളുടെ ശരീരത്തിന് ചുറ്റും അദൃശ്യമായ ഒരു തടവറ ഉണ്ടായിരിക്കും. അയാൾ കൈവീശി നടക്കില്ല. കൈവീശി നടക്കാനായിട്ട് മുട്ടും തട്ടും. അയാൾക്ക് തട്ടും. ഇത് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കാണുമ്പോൾ ഇത് നമ്മൾ നേരത്തെയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ നടന്നു പോകുന്ന ഒരു ഷോട്ട് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ മുറിക്കകത്ത് സഞ്ചരിക്കുമ്പോൾ പോലും മുറിക്കകത്തും പുറത്തുമെല്ലാം ഒരേ ശരീരഭാഷയാണ്. ആ ഒരു റെസ്ട്രിക്ഷന് സ്വയം പദം വന്നു പോയ അതിലേക്ക് പരുവപ്പെട്ടു പോയ ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തിന്, രാഘവൻ്റെ കഥാപാത്രത്തിനുണ്ട്.